യൂണിറ്റ് 10 ഡോൾസ് അതിലെ ആക്ടിവിറ്റി ബുക്കാണ് നോക്കുന്നത്. നെക്സ്റ്റ് ആഡ് ഓൾ 3 ടു ഗെറ്റ് 15. 15 കിട്ടാനായിട്ട് എല്ലാം 3 കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വൺ ഓഫ് ദ കാർഡ്സ് ഈസ് പ്ലേസ് ഫേസ് ഡൗൺ. സം ഓഫ് ദ നമ്പേഴ്സ് ഷുഡ് ബി 15. ഇവിടെ ചോട്ടിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, എന്താണ് അവിടെ കുറെ കാർഡ്സ് കാണിച്ചിട്ടുണ്ട്. ഓരോ സൈഡിലും 3 കാർഡ്സ് വീതമാണ് വെച്ചിരിക്കുന്നത് അല്ലെ. 3 കാർഡ്സിലെ ഒരു കാർഡ് ഫേസ് ഡൗൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, മറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ 3 നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം എന്നാ പറഞ്ഞത്? 15 കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഡൗൺ കാർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ കാർഡ്. മറച്ചു വെച്ച കാർഡിലെ നമ്പർ കണ്ടെത്തിയിട്ട് കാർഡിൽ നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലെ. 8 എന്നുള്ള നമ്പർ കാർഡ് ഉണ്ട്, പിന്നെ ഒന്ന് മിസ്സിംഗ് ആണ്, പിന്നെ 4 എന്ന നമ്പർ കാർഡ് ഉണ്ട്. 3 കാർഡ്സും കൂടി ആഡ് ചെയ്താൽ 15 കിട്ടണം അല്ലേ. അപ്പോൾ 8 + 4 എത്രയാണ് വരിക? 12 അല്ലേ. ഇനി 12ന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്താൽ 15 കിട്ടുക. 15 നിന്ന് 12 കുറയ്ക്കുക അല്ലേ. അപ്പൊ എത്രയാ വരിക? 3 അല്ലേ. 3 എന്ന കാർഡിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക. കാർഡ്സ് ആണ് 9 എന്നും തന്നിട്ടുണ്ട്, 2 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 9 + 2 എത്രയാണ്? 11 ആണ്. 15 നിന്ന് 11 കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 4 അല്ലേ. 4 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് 12 തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. ഒരു കാർഡ് മിസ്സിംഗ് ആണ്. 12 + 2 ചെയ്യാം. എത്രയാ? 14 ആണ്. 15 നിന്ന് 14 കുറച്ച് എത്രയാ? 1 അല്ലേ. 1 എന്ന് നെക്സ്റ്റ് കാർഡിൽ എഴുതുക കേട്ടോ. അടുത്തത് 7ഉം 6ഉം തന്നിട്ടുണ്ട്. ഒരു നമ്പർ കാർഡിലെ നമ്പർ മിസ്സിംഗ് ആണ്. അപ്പൊ എങ്ങനെ വരിക? 7 + 6 എത്രയാണ്? 13 ആണ് അല്ലേ. 15 നിന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ എത്രയാ? 15 - 13 എത്രയാ? 2 അല്ലേ. 2 എന്ന് കാർഡിൽ എഴുതുക കേട്ടോ. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ടു ഗെറ്റ് സം 20 വിച്ച് കീസ് ഇൻ ദ കാൽക്കുലേറ്റർ വിൽ യു പ്രസ്. അതായത് ടോട്ടൽ 20 കിട്ടാനായിട്ട് കാൽക്കുലേറ്ററിലെ ഏതൊക്കെ കീസ് നിങ്ങൾ അമർത്തും എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 7 പ്രസ് ചെയ്തു എന്ന് വിചാരിക്കുക. 7ന്റെ കൂടെ ഒരു 8ഉം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയും കൂടി വേണം 20 ആവാനായിട്ട്? 7ഉം 8ഉം ആഡ് ചെയ്താൽ എത്രയാ? 15 ആണ് അല്ലേ. അപ്പൊ 15ന്റെ കൂടെ ഒരു 5ഉം കൂടി ആഡ് ചെയ്താലല്ലേ 20 കിട്ടുക. അപ്പൊ ഏതൊക്കെ കീസ് പ്രസ് ചെയ്യാം? 7, 8, 5 അല്ലേ. 7 + 8 + 5 20 ആണല്ലോ. കുറേ രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ ഡിഫറെന്റ് വേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അടുത്തത് ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ്. അതായത് കാലിയായി കിടക്കുന്ന ബോക്സസ് ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തന്നിരിക്കുന്നത് നമ്പേഴ്സ് ഫ്രം 1 to 100 വരെ തന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്, അത് ഫിൽ ചെയ്യേ വേണ്ടൂ. നിങ്ങൾക്ക് ചെയ്യാവുന്നത് തന്നെയാണ് കേട്ടോ. എങ്ങനെ വരിക? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. നെക്സ്റ്റ് ടിക്ക് ദ സെറ്റ്സ് വിത്ത് നോ നമ്പർ മിസ്സിംഗ്. ഇട്ട് പോവാത്ത നമ്പറുകളുള്ള സെറ്റുകൾ ടിക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തന്നിരിക്കുന്നത് നോക്കൂ. 68, 69, 70, 71, 72, 73, 74 നമ്പേഴ്സ് ഒന്നും മിസ്സിംഗ് ഇല്ലല്ലോ. ടിക്ക് ഇടുക. നെക്സ്റ്റ് നോക്കുക. 64, 65, 66 മിസ് ചെയ്തിരിക്കുന്നു അല്ലേ. 67 എന്നാ തന്നിരിക്കുന്നത്. 67, 68, 69, 70, 71. അപ്പോൾ ഇവിടെ 66 മിസ്സിംഗ് ആണല്ലോ. അപ്പോൾ ആ സെറ്റിന് ടിക്ക് ഇടണ്ട കേട്ടോ. നെക്സ്റ്റ് നോക്കുക. 56, 57, 58, 59, 60, 61, 62 നമ്പേഴ്സ് ഒന്നും മിസ്സിംഗ് ഇല്ലല്ലോ. ടിക്ക് ഇടുക. നെക്സ്റ്റ് 79, 80, 81, 82, 83, 84, 85 നമ്പേഴ്സ് ഒന്നും മിസ്സിംഗ് ഇല്ല. ടിക്ക് ഇടുക. അടുത്തത് 73, 74, 75, 76 ഇല്ല, 77 ഇല്ല അല്ലേ. 78 തന്നിരിക്കുന്ന നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്. ടിക്ക് ഇടണ്ട കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാ മിസ്സിംഗ് നമ്പേഴ്സ്? ടിക്ക് ഇടാത്ത സെറ്റുകൾ നോക്കിയാൽ മതി കേട്ടോ. 66 അല്ലേ. 66 എടുത്ത് എഴുതുക കേട്ടോ. പിന്നെ ലാസ്റ്റ് സെറ്റിലുമാണ് മിസ്സിംഗ് നമ്പേഴ്സ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? 76ഉം 77ഉം ആണ് അല്ലേ നമ്പേഴ്സ് മിസ്സായിരിക്കുന്നത്. എടുത്ത് എഴുതുക കേട്ടോ. അവിടെ
ആ കുട്ടി എന്താ ചോദിക്കുന്നത്? ഹൗ ഓൾഡ് ആർ യു മിനിക്കുട്ടി എന്ന് ചോദിക്കുകയാണല്ലേ. നിനക്ക് എത്ര വയസ്സാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ കുട്ടി പറയുന്നത്? ദ സം ഓഫ് മൈ ഏജ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് ഏജ് ഈസ് 12. എൻ്റെ വയസ്സും എൻ്റെ സഹോദരിയുടെ വയസ്സും കൂടിയും ടോട്ടൽ ഇത് എത്രയാ? 12 ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐ ആം 2 years യങ്ങർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വയസ്സ് ഇളയതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാ വരിക? 2 years കുറവാണെന്ന് പറഞ്ഞത് കൊണ്ട് 12 നിന്ന് 2 നമുക്ക് മാറ്റി വെക്കുക. അതായത് 12 നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 10 അല്ലേ. 10ന്റെ ഹാഫ് നമുക്കറിയാലോ എത്രയാ? 5 ആണ്. എന്താ ഈ കുട്ടിക്ക് 5 years സിസ്റ്റർക്ക് അപ്പം എത്രയാ? 2 വയസ്സ് കൂടുതലായിരിക്കുമല്ലോ. ഈ 2 എന്ത് ചെയ്യണം? 5ന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സിസ്റ്ററുടെ ഏജ് കിട്ടുമല്ലോ. എത്രയാ? 5 + 2 7 അല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 5ഉം സിസ്റ്ററുടെ ഏജ് എന്ന് പറയുന്നത് 7ഉമാണ്. അപ്പോൾ ടോട്ടൽ 12 ആയല്ലോ. ഈ കുട്ടിക്ക് 2 വയസ്സ് കുറവാണല്ലോ സിസ്റ്ററിനെയും കാട്ടിലും. നെക്സ്റ്റ് ജോയിൻ കറക്റ്റ്ലി ബൈ ഡ്രോയിങ് ലൈൻസ്. ഇവിടെ നമുക്ക് 2 സൈഡിലായിട്ട് അഡീഷൻസും സബ്ട്രാക്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സം നമുക്കിവിടെ നടുവിൽ നമ്പേഴ്സും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ? 1 + 9 10 ആണല്ലോ. 10ലേക്ക് ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ദെൻ 16 - 6 എത്രയാ? 10 അല്ലേ. അവിടെയും ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ 13 + 0 നമുക്കറിയാം 13 ആണ്. 13ലോട്ട് വരയ്ക്കുക. ദെൻ 40 + 10 എത്രയാ? 50 ആണ്. 50ലേക്ക് ലൈൻ വരയ്ക്കുക. 15 + 5 20 അല്ലേ. 20ലേക്ക് ലൈൻ വരയ്ക്കുക. 9 + 9 എത്രയാ വരിക? 18 അല്ലേ. 18ലേക്ക് വരയ്ക്കുക. 8 + 7 എത്രയാ വരിക? 8 + 7 15 ആണ് അല്ലേ. 15ലേക്ക് വരച്ച് യോജിപ്പിക്കുക കേട്ടോ. നോക്കൂ, സബ്ട്രാക്ഷൻസ് നോക്കൂ കേട്ടോ. 16 - 6 10 നമുക്ക് തന്നിട്ടുണ്ട്. 20 - 5 എത്രയാണ്? 15 അല്ലേ. 15ലേക്ക് ലൈൻ വരച്ച് യോജിപ്പിക്കുക. 60 - 10 എത്രയാ? 50 ആണ്. 50ലോട്ട് വരച്ച് യോജിപ്പിക്കുക. 18 - 0 ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ സെയിം നമ്പർ ആണല്ലോ കിട്ടുക. അപ്പോൾ 18 അല്ലേ. 18ലേക്ക് വരച്ച് യോജിപ്പിക്കുക. 15 - 2 എത്രയാ? 13 ആണ്. 13ലോട്ട് ലൈൻ വരച്ച് യോജിപ്പിക്കുക. ദെൻ 30 - 10 20. 20ലേക്ക് ലൈൻ വരയ്ക്കുക കേട്ടോ. വാട്ട് നെക്സ്റ്റ്? സീ ദ പാറ്റേൺ ആൻഡ് റൈറ്റ് ദ റിമൈനിങ് റോസ്. ഇവിടെ കുറച്ച് പാറ്റേണുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ട് ബാക്കി വരികളെല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 5 + 5 + 1 = 11 ആണല്ലോ. ദെൻ 5 + 5 + 2 എത്രയാ? 12 അല്ലേ. 5 + 5 + 3 എത്രയാ? 13 ആണ് അല്ലേ. അങ്ങനെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാ വരിക? 5 + 5 + 4 അല്ലേ. 5 + 5 10 10 + 4 14. 5 + 5 + 5 എത്രയാ വരിക? 5 + 5 10 10 + 5 50. നെക്സ്റ്റ് 5 + 5 + 6 = 16. നെക്സ്റ്റ് 5 + 5 + 7 = 7. നെക്സ്റ്റ് 5 + 5 + 8 = 18 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദെൻ 5 + 5 + 9 = 19 അതും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് ഇൻ ഈച്ച് പാറ്റേൺ. ഓരോ പാറ്റേണിലെയും അടുത്ത നമ്പർ ഏതാന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പാറ്റേൺസ് നേരെവണ്ണം നോക്കണം. എങ്ങനെയാ നോക്കൂ. ഫസ്റ്റ് വൺ നോക്കൂ. 20 19 18 17 ഇവിടെയൊക്കെ ഡിക്രീസിങ് അല്ലേ. കുറഞ്ഞു വരികയാണ് അല്ലേ. എത്ര വെച്ചിട്ടാ കുറയുന്നത്? 20 കഴിഞ്ഞാൽ 19 തന്നിരിക്കുന്നത്. അപ്പോൾ 1 കുറഞ്ഞു. 19 കഴിഞ്ഞിട്ട് 18 അപ്പോഴും 1 കുറഞ്ഞു. ദെൻ 18 17 ആയിരിക്കണം അല്ലേ. അപ്പോഴും എഗെയിൻ 1 കുറഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്ത് എഴുതണം? 17 നിന്ന് 1 കുറച്ചിട്ട് 16 വരിക അല്ലേ. 16 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താ വരിക? 15 അല്ലേ. അങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കുക. 3 6 9 12 ഇവിടെ ഇൻക്രീസിങ് ആണ് അല്ലേ. കൂടുകയല്ലേ ചെയ്യുന്നത് പാറ്റേൺ. അപ്പോൾ എങ്ങനെയാണ് കൂടുന്നത്? എത്ര വെച്ചിട്ടാ? 3 കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ 3 + 3 ആണല്ലോ 6. 3ഉം 6ഉം പറഞ്ഞാൽ 3ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 6 കിട്ടുക. നെക്സ്റ്റ് 6 കഴിഞ്ഞാൽ 9 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6ന്റെ കൂടെ എഗെയിൻ 3 ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുക അല്ലേ. ദെൻ 9 കഴിഞ്ഞാൽ 12 ആണ്. 9ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 12 കിട്ടുക. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാ? 3 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ 12ന്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 15 കിട്ടും. നെക്സ്റ്റ് 15ന്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എത്രയാ? 18 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നോക്കുക കേട്ടോ. 10 20 30 40 ഇവിടെ എങ്ങനെയാ? ഇൻക്രീസിങ് തന്നെയാണ്. 10 10 10 വെച്ചിട്ട് കൂടുകയാണ് അല്ലേ. 10 കഴിഞ്ഞാൽ 20 10ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോഴല്ലേ 20 20ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോഴല്ലേ 30
30യുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോഴല്ലേ 40. നെക്സ്റ്റ് എന്താ വരിക? 40യുടെ കൂടെ 10 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 50. നെക്സ്റ്റ് 50യുടെ കൂടെ 10 ആഡ് ചെയ്താൽ 60. അടുത്തത് 11, 22, 33, 44. ഇവിടെ എങ്ങനെയാ? ഇൻക്രീസിങ് തന്നെയാണ്. എങ്ങനെയാ കൂടുന്നത് നോക്കൂ. 2 ഡിജിറ്റിലും മാറ്റം വരുന്നുണ്ട് അല്ലേ? 11 അല്ലേ കൂടുന്നത്. അപ്പൊ എങ്ങനെയാ? 11 കഴിഞ്ഞാൽ 22, 22 കഴിഞ്ഞാൽ 33 ആണ്. 11 വെച്ചിട്ട് തന്നെയാണ് എല്ലാവരുടെയും കൂടുന്നത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമ്പർ 44 ആണ്. 44ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 11 ആഡ് ചെയ്താൽ എത്ര വരിക? 55 എന്ന് വരും അല്ലേ? നെക്സ്റ്റ് എന്താ വരിക? 55ന്റെ കൂടെ ഒരു 11 കൂടി ആഡ് ചെയ്താൽ 66 എന്ന് വരും. നെക്സ്റ്റ് ബസ് ജേർണി. There were 15 kids in the school bus when the trip started. അതായത് ട്രിപ്പ് തുടങ്ങിയ സമയത്ത് 15 കുട്ടികൾ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു. ആദി ആൻഡ് 4 others got down from the bus and Ananya and Chetan got in. ആദിയും വേറെ 4 പേരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം അനന്യയും ചേതനും എന്താണ് ബസ്സിലോട്ട് കയറി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നൗ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ബസ്? ഇപ്പൊ എത്ര കുട്ടികളാണ് ബസ്സിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാ വരിക? ഹൗ മെനി ചിൽഡ്രൻ were in the bus at first? ആദ്യം എത്ര കുട്ടികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്? 15. ബോക്സിൽ 15 എന്ന് എഴുതുക. ഹൗ മെനി ചിൽഡ്രൻ got down from the bus? എത്ര കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി? ആദ്യം പിന്നെ വേറെ 4 കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്രയാ വരിക? 5 അല്ലേ? 5 എന്ന് ബോക്സിൽ എഴുതുക. Then how many children got in? ബസ്സിലോട്ട് എത്ര പേര് കയറി? അനന്യയും ചേതനുമാണ്. 2 അല്ലേ? 2 എന്ന് എഴുതുക കേട്ടോ. Then how many children are in the bus now? ഇപ്പൊ എത്ര പേരാണ് ബസ്സിലുള്ളത്? എങ്ങനെയാ ചെയ്യുക? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? അവിടെ ചെയ്ത് കാണിക്കണം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് എന്ത് ചെയ്യുക? 15 നിന്ന് ഇറങ്ങിയ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. 15 - 5 ആണല്ലോ. എത്രയാ? 15 - 5 10 അല്ലേ? 10ന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ കയറിയ കുട്ടികളുടെ എണ്ണം കൂട്ടുക അല്ലേ? എത്ര കുട്ടികളാണോ കയറിയത്? 2 അല്ലേ? എന്ത് ചെയ്യുക? 10 + 2 = 12 അല്ലേ? അങ്ങനെ എഴുതുക കേട്ടോ. അപ്പൊ ഹൗ മെനി ചിൽഡ്രൻ ആർ ഇൻ ദ ബസ് നൗ? എത്രയാണ്? 12 അല്ലേ? ഈസ് ദർ എനി അതർ മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ വല്ല മെത്തേഡ് ഉണ്ടോ എന്ന് കേട്ടോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇറങ്ങിയ കുട്ടികൾ 5 ആണ്, കയറിയ കുട്ടികൾ 2 ആണ്. അപ്പൊ എന്താണ്? 5ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പൊ എത്രയാ? 3 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 15 നിന്ന് 3 നമ്മൾ കുറയ്ക്കണം അല്ലേ? ആഡ് ചെയ്യരുത്. 15 നിന്ന് 3 കുറയ്ക്കണം. 15 എന്നുള്ള കിഡ്സ് ബസ്സിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 3 കിഡ്സ് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ എത്രയാ? 12. അടുത്തത് നോക്കൂ. ഹൗ ഡിഡ് യു ഗെറ്റ് 6? നിങ്ങൾക്ക് 6 എങ്ങനെ കിട്ടിയെന്നാണ് കേട്ടോ. 5 + 4 - 3 = 6. ഐ ആഡഡ് 4 to 5 ആൻഡ് ദെൻ സബ്ട്രാക്റ്റഡ് 3. 5ലേക്ക് 4 കൂട്ടി എന്നിട്ട് എന്ത് ചെയ്തു? 3 കുറച്ചു. അപ്പോൾ 5 + 4 എത്രയാണ്? 9 അല്ലേ? 9ൽ നിന്ന് 3 കുറച്ചാൽ 6 അല്ലേ? അങ്ങനെ ചെയ്യാം. അടുത്ത് നോക്കൂ എന്താ ചെയ്തിരിക്കുന്നത്? ഐ സബ്ട്രാക്റ്റഡ് 3 from 4 ആൻഡ് ദെൻ ആഡഡ് 5. എന്ത് ചെയ്തു? 4ൽ നിന്ന് 3 കുറച്ചു. 4 - 3 = 1 അല്ലേ? ബോക്സിൽ 1 എന്ന് എഴുതുക. ദെൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു അല്ലേ? 5. അപ്പോൾ എത്രയാ? 1 + 5 എത്രയാ? 6 അല്ലേ? 6 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.